അഭിഷേക് ശർമ്മയെ കവചമായി നിർത്തി ജോഫ്ര ആർച്ചറെ പൂട്ടുക. ഇതാണ് വാങ്കഡയിൽ സഞ്ജുവിന് മുന്നിലുള്ള ഏക വഴി. ഇന്ത്യ ഇംഗ്ലണ്ട് സെമി പോരാട്ടത്തിന് തൊട്ടുമുമ്പ് സഞ്ജു സാംസണ് ചേതേശ്വർ പുജാരയുടെ ഉപദേശം ഇതായിരുന്നു. ആർച്ചർ പന്തെടുക്കുമ്പോൾ സിംഗിളുകൾ ഇട്ട് അഭിഷേകിന് സ്ട്രൈക്ക് കൈമാറുക. ആർച്ചറിനെതിരെ അഭിഷേകിന് മികച്ച റെക്കോർഡുകളാണുള്ളത്. അങ്ങനെ ആ ത്രെഡ് മറികടക്കാം. ആർച്ചറിന്റെ പന്തുകളെ എങ്ങനെ നേരിടണം എന്നല്ല, നേരിടാതിരിക്കാൻ ശ്രമിക്കണം എന്നാണ് പുജാരയുടെ ഉപദേശം. അതായത് ആർച്ചറെ മറികടക്കാനുള്ള വെപ്പൺ സഞ്ജുവിൻ്റെ അവനടിയിൽ ഇപ്പോഴുമില്ല എന്നാണ് അയാൾ പറഞ്ഞു വെക്കുന്നത്. ഡീപ് സ്ക്വയർ ലെഗിൽ ഒരു ഫീൽഡറെ നിർത്തിയ ശേഷം ഷോർട്ട് ബോളുകൾ നിരന്തരം എറിഞ്ഞാൽ സഞ്ജു വീഴുമെന്ന് അടുത്തിടെ കമന്ററി ബോക്സിലിരുന്ന് പറഞ്ഞത് സുനിൽ ഗവാസ്കറാണ്. പവർ പ്ലേയിൽ എതിരാളികൾക്ക് ഏറ്റവും കൂടുതൽ അപകടം വിതക്കുന്ന ആർച്ചർ തന്നെയാകും നാളെ ഇന്ത്യൻ ബാറ്റർമാർക്കെതിരെ ഹാരി ബ്രൂക്ക് കരുതി വെക്കുന്ന ഏറ്റവും വലിയ ആയുധം. ടോപ്പ് ഓർഡറിനെ പൊളിച്ചാൽ ഇന്ത്യയെ വീഴ്ത്താൻ എളുപ്പമാകുമെന്ന് അയാൾ മനസ്സിൽ കണക്ക് കൂട്ടുന്നുണ്ടാകും. ഇക്കുറി പവർ പ്ലേയിൽ മാത്രം 8 വിക്കറ്റുകളാണ് ആർച്ചറിന്റെ സമ്പാദ്യം. 2025 ജനുവരിയിൽ ഇംഗ്ലണ്ടിനെതിരെ അരങ്ങേറിയ T20 പരമ്പരയിലാണ് സഞ്ജു സാംസൺ ആർച്ചറിന് മുന്നിൽ നിരന്തരം വീഴുന്ന കാഴ്ചക്ക് ആരാധകർ സാക്ഷികളായത്. 5 മത്സരങ്ങളിൽ 3 തവണയും സഞ്ജു ആർച്ചറിന് തലവെച്ചു കൊടുത്തു. ആദ്യ മത്സരത്തിൽ 20 പന്തിൽ 26 റൺസ് എടുത്ത സഞ്ജു ഗസ് ആറ്റ്കിൻസണ് ക്യാച്ച് നൽകി മടങ്ങി. രണ്ടാം മത്സരത്തിൽ 7 പന്തിൽ 5 റൺസായിരുന്നു സമ്പാദ്യം. ഇക്കുറി ആർച്ചറിന്റെ പന്തിൽ ബ്രൈഡൻ കാഴ്സിന്റെ കയ്യിലാണ് വിശ്രമിച്ചത്. മൂന്നാം മത്സരത്തിൽ 6 പന്തിൽ 3 റൺസ് എടുത്ത് വീണു. ആർച്ചർ തന്നെയാണ് കെണിയൊരുക്കിയത്. ആദിൽ റഷീദിന്റെ ക്യാച്ച്. 4ാം മത്സരത്തിൽ സാക്കിബ് മഹ്മൂദും 5ാം മത്സരത്തിൽ മാർക്ക് വുഡും മലയാളി താരത്തെ വീഴ്ത്തി. 2024 T20 ക്രിക്കറ്റിൽ സഞ്ജുവിന്റെ വർഷമായിരുന്നു. T20 ലോകകപ്പ് സ്ക്വാഡിൽ ഉണ്ടായിരുന്നെങ്കിലും ഒറ്റ മത്സരത്തിൽ പോലും അവസരം ലഭിച്ചില്ല. എന്നാൽ അതിനുശേഷം ടോപ്പ് ഓർഡറിലേക്ക് സ്ഥാനക്കയറ്റം കിട്ടിയ സഞ്ജു 436 റൺസാണ് ആ വർഷം അടിച്ചെടുത്തത്. കലണ്ടർ വർഷം 3 സെഞ്ചുറികൾ, 150 സ്ട്രൈക്ക് റേറ്റ്, 43 ബാറ്റിംഗ് ആവറേജ്. ഇന്ത്യൻ ക്രിക്കറ്റിൽ ഒറ്റ വർഷം അയാൾ നിരവധി റെക്കോർഡുകളാണ് കുറിച്ചിട്ടത്. എന്നാൽ 2025 തുടക്കത്തിൽ തന്നെ ഇംഗ്ലണ്ട് സഞ്ജുവിന്റെ വീക്ക്നെസ്സുകളെ എക്സ്പോസ് ചെയ്തു. ആ പരമ്പരയിൽ 5 മത്സരങ്ങളിൽ നിന്ന് 51 റൺസായിരുന്നു സഞ്ജുവിന്റെ സമ്പാദ്യം. 10.2 ബാറ്റിംഗ് ആവറേജ്, 118 സ്ട്രൈക്ക് റേറ്റ്. ശരാശരി 5 മത്സരങ്ങളെങ്കിലും കളിച്ച ടീമുകളിൽ ഓസ്ട്രേലിയക്കും ഇംഗ്ലണ്ടിനും ശ്രീലങ്കയ്ക്കുമെതിരെ മാത്രമാണ് സഞ്ജുവിന് 15-ൽ താഴെ ബാറ്റിംഗ് ആവറേജ് ഉള്ളത്. ഇംഗ്ലണ്ടിനെതിരായ പരമ്പരയിൽ സാക്കിബ് മഹ്മൂദും മാർക്ക് വുഡും മലയാളി താരത്തെ ഏറെക്കുറെ സമാനമായ രീതിയിൽ തന്നെയാണ് പുറത്താക്കിയത്. എക്സ്ട്രാ ബൗൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന വാങ്കഡയിലെ പിച്ചിൽ ആർച്ചർ ഒരിക്കൽ കൂടി തന്റെ വെപ്പൺ പുറത്തെടുക്കും. 23 പന്തുകളിൽ നിന്ന് 25 റൺസാണ് ആർച്ചറിനെതിരെ സഞ്ജുവിന്റെ സമ്പാദ്യം. അതിൽ 13 എണ്ണം ഡോട്ട് ബോളുകളാണ്. 1 4ഉം 2 6ഉമാണ് സഞ്ജു ആർച്ചറിനെതിരെ പായിച്ചിട്ടുള്ളത്. ഇനി സാം കറന്റെ കാര്യമെടുക്കൂ. കറന്റെ 16 ഡെലിവറികളിൽ നിന്ന് 21 റൺസാണ് സഞ്ജുവിന്റെ സമ്പാദ്യം. IPL-ൽ 2 തവണ സാംസൺ കറിന് മുന്നിൽ വീണിട്ടുണ്ട്. അധികം ബാക്ക് ഫുട്ടിലേക്ക് ഇറങ്ങി കളിക്കുന്നു, ലെഗ് സൈഡിലേക്ക് അധികം ഇറങ്ങി 3 സ്റ്റമ്പുകളും തുറന്നു കാണിക്കുന്നു എന്നതടക്കം സഞ്ജുവിന്റെ ടെക്നിക്കുകളെ കുറിച്ച പല വിമർശനങ്ങളും സമീപകാലത്ത് ഉയർന്നിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ കിവീസിനെതിരായ സീരീസിലാണ് സഞ്ജുവിന്റെ ടെക്നിക്കുകൾ വലിയ രീതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടത്. 5 മത്സരങ്ങളിൽ നിന്ന് 46 റൺസായിരുന്നു പരമ്പരയിൽ സഞ്ജുവിന്റെ സമ്പാദ്യം. മാറ്റ് ഹെൻറിക്കും കെയിൽ ജാമിസണും ഒക്കെ മുന്നിൽ നിരന്തരം അയാൾ ആയുധം വെച്ച് കിടങ്ങി. സഞ്ജുവിന്റെ ഫുട് വർക്കുകളെ കുറിച്ചും അന്ന് വിമർശനമുണ്ടായിരുന്നു. പേസർമാരോ സ്പിന്നർമാരോ ആരോ ആയിക്കൊള്ളട്ടെ, ബാക്ക് ഫുട്ടിലാണ് സഞ്ജു എപ്പോഴും കളിക്കുന്നത്. ഒരു ഫുട്ട് മൂവ്മെന്റിനും പിന്നെ അയാൾ മുതിരുന്നില്ല. കിവീസിനെതിരായ ഒരു മത്സരത്തിൽ മിച്ചൽ സാൻഡർക്ക് വിക്കറ്റ് നൽകി മടങ്ങുമ്പോൾ കമന്ററി ബോക്സിലിരുന്ന് സുനിൽ ഗവാസ്കർ പറഞ്ഞത് ഇങ്ങനെയാണ്: നാളെ സഞ്ജുവിന്റെ വീക്ക്നെസ്സുകളെ അറിഞ്ഞാവും ഹാരി ബ്രൂക്ക് തന്ത്രങ്ങൾ ഒരുക്കാൻ പോകുന്നത്. ആർച്ചറും ജാമി ഓവർട്ടണും സാം കറണും ഒക്കെ വിതക്കുന്ന അപകടങ്ങളെ എങ്ങനെയാണ് അയാൾ നേരിടാൻ പോകുന്നത് എന്ന് കണ്ടറിയണം.